ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ കുളക്കടയിലുള്ള ഒരു ഷാപ്പിൽ ഇവിടുത്തെ കപ്പയും മീൻകറിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ വന്നത്. പക്ഷേ നമ്മൾ കപ്പയും മീൻകറിയും കഴിച്ചില്ല. പകരം വേറെ കുറച്ച് കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ റെസ്റ്റോറൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനും നല്ല രസമായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് മെയിനായിട്ട് വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണ്. മറ്റന്നാൾ സ്കൂൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച ഇന്ന് വന്നത്. അപ്പോൾ ഞായറാഴ്ച പോയിക്കൂടെയെന്ന് വിചാരിച്ചപ്പോൾ ഞായറാഴ്ച എൻ്റെ നാളാണ്, ജന്മനാൾ. അപ്പോൾ ജന്മനാളിൻ്റെ അന്ന് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് വന്നത്. ഞാൻ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ബിരിയാണികളിൽ നിന്ന് ഏറ്റവും നല്ല ബിരിയാണിയായിരുന്നു ഇത്. അതിഥിമോള് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി. അതിൽ ഏറ്റവും നല്ല ബിരിയാണി ആയിരുന്നു ഞാനിന്ന് കഴിച്ചത്. പിന്നെ നമ്മളൊരു ഊണും അപ്പവും പൊറോട്ടയും പോത്ത് റോസ്റ്റും മീൻകറിയൊക്കെയാണ് വാങ്ങിച്ചത്. ഇവിടുത്തെ ഊണൊരു രക്ഷയില്ല, നല്ല അടിപൊളി ഊണായിരുന്നു. അതിഥിമോൾക്ക് ഇഷ്ടപ്പെട്ട. അതിഥിമോളാണെങ്കിൽ ഇവിടുത്തെ പൂക്കളിലും ചെടികളിലും ഒക്കെ പിടിച്ച് കളിക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ പാർക്കിങ്ങിന് നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഞാനും അതിഥിമോളും ഓടിക്കളിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ ഷാപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ കൊട്ടാരക്കര അടൂർ റൂട്ട് വഴി വരികയാണെങ്കിൽ ഏനാത്ത് പാലം കഴിഞ്ഞ് കാണുന്ന ഈ ഒരു ഷാപ്പിൽ എല്ലാവരും വരണം. നല്ല അടിപൊളി ഫുഡാണ്. അതുപോലെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കടിയും ചായയും ഒക്കെ ഉള്ള ഒരു